വിനോദ് മാത്യു വിൽസൺ, ഇപ്പം ഈ പാറ്റകളെ പേടിക്കണോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ഒരു മറുവാദമായി കേൾക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചൊരു ടേൺ ഔട്ട് ജന്തർ മന്ദറിൽ ഉണ്ടായില്ല. നോക്കൂ, 100 കണക്കിന് ആളുകൾ അല്ലെങ്കിൽ അതിൽ 1000കണക്കിന് ആളുകൾ അത്രയേ ഉണ്ടായുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത്രയെങ്കിലും അങ്ങനെയാണോ കാണേണ്ടത്, അതോ അത്രയെങ്കിലും ഉണ്ടായല്ലോ, എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? അല്ല, ഇതിനെ ജന്തർ മന്ദറിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. ജന്തർ മന്ദറിൽ ഒരു പ്രതിഷേധം, എത്രയോ പ്രതിഷേധങ്ങളുണ്ടായി. ആ പ്രതിഷേധങ്ങൾ മുഴുവൻ നിയമമായി ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ജന്തർ മന്ദറിലെ പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ അജണ്ടയായി ദേശീയ തലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. അവിടെ 100 പേര് വന്നു, 200 പേര് വന്നു, 300 പേര് വന്നു, 1000 പേര് വന്നു. ചുമ്മാ ചീപ്പ് വർത്തമാനമാണ് ഈ BJP-ക്കാർ പറയുന്നത്. ചുമ്മാ ചീപ്പ് വർത്തമാനം, അതായത് ചുമ്മാ അവഹേളിക്കാൻ വേണ്ടി പറയുന്നതാണ്. അതിനെ കാര്യഗൗരവമായിട്ട് എടുക്കേണ്ടത് ആ വിഷയം ദേശീയ അജണ്ടയായി മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ദേശീയ അജണ്ടയായി മാറിയിട്ടുണ്ട് ജന്തർ മന്ദറിൽ ഈ പ്രക്ഷോഭം. കാരണം നമുക്കറിയാം, നമുക്ക് എത്രയോ വിഷയങ്ങൾ എടുക്കാം. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ നിർഭയ കേസുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദറിലെ പ്രതിഷേധമല്ലേ 2012 നിർഭയ കേസ് ഉണ്ടാവുന്നു. 2013 ക്രിമിനൽ അമെൻമെൻറ്റ് വന്നത്, അതായത് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് സുരക്ഷിതമായി ഈ നാട്ടിലിറങ്ങി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കിയത് 2012 നിർഭയ സംഭവത്തോടു കൂടി ജന്തർ മന്ദറിലുണ്ടായ പ്രതിഷേധമാണ്. വലിയ ചേഞ്ച് അല്ലേ, രാഷ്ട്രീയ അജണ്ടയായി മാറിയില്ല. നമുക്കറിയാലോ, നമുക്ക് VK സിംഗുമായി ബന്ധപ്പെട്ട് മുൻ സൈനികൻ അവരെ ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ചു. എന്താണ് 1 റാങ്ക് 1 പെൻഷൻ ആർമിക്കാർ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കേണ്ടി വന്നില്ലേ? ലോക്പാൽ നിയമത്തെപ്പറ്റി ജന്തർ മന്ദറിൽ പ്രതിഷേധം ഉണ്ടാവില്ലേ? കർഷക പ്രതിഷേധങ്ങൾ ജന്തർ മന്ദറിൽ ഉണ്ടായില്ലേ? അപ്പം ജന്തർ മന്ദറിൽ ഒരു പ്രതിഷേധം നടത്തപ്പെട്ടാൽ അത് ഉടനെയെല്ലാം നിയമമായി പ്രധാനമന്ത്രിയെ മൂക്കിക്കൂടെ കയറ്റും എന്നൊക്കെ ഇവിടെ വന്നിരുന്ന് പറയുന്നത് എന്തോ ഒരു വിടുവായിത്തരമാണ്. കൊള്ളില്ല, എന്തൊക്കെ വാക്കേ പറഞ്ഞാൽ ഇവരെ കൊണ്ടൊന്നും നടക്കില്ല. എൻ്റെ ഷാബു സാറേ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ മൂവ്മെന്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിലാവുന്ന രാജ്യം പിടിക്കാൻ വരുന്ന നിങ്ങൾ എന്തിനടി ഭയക്കുന്നവേ? നിങ്ങൾ വെറുതെ വിട്. ഇപ്പൊ ഞാനൊരു രാഷ്ട്രീയ ചരിത്രം പറഞ്ഞുതരാം. 1980 പോളണ്ട് എന്ന് പറഞ്ഞ രാജ്യത്തെ പറ്റി അറിയാമല്ലോ. അല്ല, ഇടയ്ക്ക് കയറല്ലേ നിർത്ത് പ്ലീസ്. അപ്പം 1980 അല്ലല്ല, ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളുടെ സമയത്ത് ഞാൻ സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ സമയത്ത് സംസാരിച്ചില്ല. പോളണ്ടിൽ ഓറഞ്ച് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കും. ഇത് ഒരു സംഘീയ പരിപാടിയാണ്. പോളണ്ടിൽ 1980 ഓറഞ്ച് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ മൂവ്മെന്റ് പോളണ്ടിൽ 1980 ഉണ്ടായി. പോളണ്ട് എന്ന് പറയുന്നത് ഇവിടെ മുഹമ്മദ് സാദിഖിന്റെ ഒക്കെ പാർട്ടികളുടെ പക്ഷമായിരുന്നു, അവിടെ അറിയാമല്ലോ. അപ്പോൾ ഈ ഓറഞ്ച് ഓൾട്ടർനേറ്റീവ് എന്താ ചെയ്തതെന്ന് അറിയാമോ? അവര് അനാവശ്യമായ സമരങ്ങളിലേക്ക് പോയില്ല. ഇന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഭരണഘടന പിടിച്ചുകൊണ്ട് വരൂ, നിങ്ങൾ റോസാ പുഷ്പങ്ങൾ കൊണ്ടുവരും. പിള്ളേർ വളരെ ക്രിയേറ്റീവ് ആണെന്നേ. ഈ ഓറഞ്ച് ഓൾട്ടർനേറ്റീവ് എന്തായിരുന്നു? കുള്ളന്മാരുടെ വേഷം, അതായത് സ്ട്രീറ്റുകളിൽ മുഴുവൻ ഗ്രാഫിറ്റികൾ വരച്ചും പാട്ട് ചെയ്തും ഡാൻസ് കളിച്ചും ആക്ഷേപഹാസ്യം നടത്തിയും പോളണ്ടിന്റെ തെരുവിൽ ഈ കുള്ളന്മാരുടെ വേഷം ധരിച്ചുകൊണ്ട് ഈ ഓറഞ്ച് ഓൾട്ടർനേറ്റീവ് പിള്ളേരും മനുഷ്യരും ഇങ്ങനെ പടർന്നു. എന്താ സംഭവിച്ചേ? 89 അവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചില്ല. പക്ഷേ 89 പോളണ്ടിൽ ഇടതുപക്ഷ സർക്കാർ താഴെ വീണു. പ്രതിപക്ഷത്തിന് വലിയ ഒരു വിളിയാണിത്. അവിടെയാണ് ആൻ സെബാസ്റ്റ്യൻ ഒക്കെ പറയേണ്ടത്. ഇപ്പൊ രാഹുൽ ഗാന്ധി കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് രാജ്യത്തുടനീളം ജോതോയാത്ര നടത്തിയല്ലോ. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ബുക്കുമായിട്ടാണ് പിള്ളേർ വരുന്നത്. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു പ്രതിപക്ഷ സ്വരം ഇല്ലാണ്ടായപ്പോൾ ഈ പറയുന്ന മനുഷ്യരൊന്നും, ഈ പറയുന്ന ഈ ഇടതുപക്ഷക്കാരോ അല്ലെങ്കിൽ വലതുപക്ഷക്കാരോ ഇവരൊന്നും ഒരു പ്രത്യേക ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളാണ്. പക്ഷേ ആ ചട്ടക്കൂടിനപ്പുറത്തേക്ക് മാറി മുഴുവൻ വിദ്യാർത്ഥികളും അവരുടെ പ്രശ്നത്തിന് ഒരുമിക്കുക എന്ന് പറയുന്ന ആ മനോഹരമായ ജനാധിപത്യ സങ്കല്പമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അവിടെ 1000 പേര് വന്നു, 2000 പേര് വന്നു, 3000 പേര് വന്നതിൻ്റെ അപ്പുറത്തേക്ക് ജന്തർ മന്ദറിലെ ഒരു പ്രതിഷേധം, ഒരു ജന്തർ മന്ദറിലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിന്റെ ഭാഗമായിരുന്ന ചെറുപ്പക്കാർ അവിടെ വന്ന് സമാധാനമായി പ്രതിഷേധിച്ച് ഇന്ന് രാഷ്ട്രത്തിന്റെ ജനാധിപത്യ ചർച്ചകളുടെ അജണ്ടയാക്കി മാറ്റിയെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു പിള്ളേരുടെ ഈ പ്രകടനം രാജ്യം വീക്ഷിക്കുന്നു, ഇവർ ഭയക്കുന്നു എന്നുള്ളതാണ് സത്യം.